ഹലോ, വീറ്റ് ഫോറസ്റ്റ് എക്സാം ഇക്കഴിഞ്ഞ വീറ്റ് ഫോറസ്റ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ അനാലിസിസാണ് 167/25. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സൈബർ ലോകത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ കുട്ടികളെ സജ്ജരാക്കുന്ന കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് കൂട്ട്. ക്വസ്റ്റ്യൻ എല്ലാവർക്കും കാണാമല്ലോ. സൈബർ ലോകത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ കുട്ടികളെ സജ്ജരാക്കാൻ കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് കൂട്ട്. ഇതിൽ കേരള പോലീസ് നടപ്പാക്കുന്നതിനാണ് ചിരി എന്ന് പറയുന്നത്. കോവിഡ്-19 ബന്ധപ്പെട്ട് കോവിഡ്-19 കാലത്ത് കുട്ടികൾക്ക് മാനസിക പിരിമുറുക്കമുണ്ടാകും. അപ്പം അതിൽ നിന്ന് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ചിരി എന്ന് പറയുന്നത്. കൂട്ടെന്ന് പറയുന്നത് സൈബർ ലോകത്തുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് കൂട്ട്. ഇനി പ്രോജക്റ്റ് ഹോപ്പ് എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം പാതി വഴിയിൽ മുടങ്ങിപ്പോയ കുട്ടികൾക്ക് തുടർ വിദ്യാഭ്യാസം നടപ്പാക്കാനുള്ള അതും കേരള പോലീസിന് നടപ്പാക്കുന്ന പദ്ധതിയാണ് പ്രോജക്റ്റ് ഹോപ്പ്. വിദ്യാഭ്യാസം ഉണ്ടായാലേ ഹോപ്പ് ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ സൈബർ ലോകത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ കുട്ടികളെ സജ്ജരാക്കാൻ സഹായിക്കുന്ന കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് കൂട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, അണുബാധയോട് ആദ്യം പ്രതികരിക്കുന്ന ആൻറ്റിബോഡി ഏതാണ്? അണുബാധയോട് ആദ്യം പ്രതികരിക്കുന്ന ആൻറ്റിബോഡി ഏതാണ്? IgM ആണ് ഉത്തരം. IgM. അപ്പോൾ ഇതിൽ IgG എന്ന് പറയുമ്പോൾ ഗർഭിണി എന്ന് ആലോചിക്കുക. IgG എന്ന് പറയുമ്പം ഗർഭിണി എന്ന് ആലോചിക്കുക. അപ്പം ഗർഭിണികളിലുണ്ടാകുന്ന ആൻറ്റിബോഡി ഏതാണെന്ന് വെച്ചാൽ IgG. കോഡിട്ടാണ് ഞാൻ കൂടുതലും പഠിക്കാറ്. IgG എന്ന് പറയുന്നത് ഗർഭിണികൾ. IgA എന്ന് പറയുന്നത് അമ്മ എന്ന് പഠിക്കുക. അപ്പം IgA എന്ന് പറയുന്ന അമ്മയിലാണ് അമ്മയിലുണ്ടാകുന്ന ആൻറ്റിബോഡിയാണ് IgA, അമ്മ. ഗർഭിണികൾ പിന്നെ A എന്ന് പറയുമ്പോൾ അമ്മ, മുലയൂട്ടുന്ന അമ്മമാരിലാണ് IgA. ഇനി IgE എന്ന് പറയുന്നത് അലർജിക്കായിട്ടുള്ള ആൻറ്റിബോഡി, അലർജിക്കെതിരെയുള്ള ആൻറ്റിബോഡിയാണ് IgE എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ടേം ഓർത്ത് വയ്ക്കുക. ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ്? ജൈവ വൈവിധ്യമായിട്ട് ബന്ധപ്പെട്ടാണ് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ ജൈവ വൈവിധ്യം ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് വരുന്തോറും കുറയുകയാണ് ചെയ്യുന്നത്. ജൈവ വൈവിധ്യം ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് വരുന്തോറും കുറയുകയാണ് ചെയ്യുന്നത്. ലാറ്റിറ്റ്യൂഡിൽ വെച്ചിട്ട് ബയോഡൈവേഴ്സിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു? അതാണ് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ ജൈവ വൈവിധ്യം ഉണ്ടാവണമെങ്കിൽ എന്താണ്? അത്യുഷ്ണവും ഇടവിട്ടുള്ള മഴയൊക്കെ ഉണ്ടാകണം, എന്നാലേ ബയോഡൈവേഴ്സിറ്റി ഇൻക്രീസ് ആകത്തുള്ളൂ. അപ്പോൾ ഭൂമധ്യരേഖയിലായിരിക്കും എന്ത് ചാൻസ്? ബയോഡൈവേഴ്സിറ്റി കൂടാനുള്ള ചാൻസ്. ധ്രുവപ്രദേശത്തിലോട്ട് പോകുന്തോറും ബയോഡൈവേഴ്സിറ്റി കുറഞ്ഞു വരും. അപ്പം ധ്രുവപ്രദേശത്തിലാകുമ്പം തണുപ്പ് കൂടുതലായതുകൊണ്ട് തന്നെ ചില ജീവികൾക്കൊന്നും അഡാപ്റ്റേഷൻ ഇല്ലാതെ ഇങ്ങനെ വൈവിധ്യം ഉണ്ടാവില്ല, ജൈവ വൈവിധ്യം ഉണ്ടാവില്ലെന്ന് ആലോചിക്കും. അടുത്ത ക്വസ്റ്റ്യനാണ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഓസ്റ്റിയോ കേൾക്കുമ്പോൾ ആലോചിക്കുക സന്ധികളിലാണ്, അല്ലെങ്കിൽ അസ്ഥികളുമായിട്ട് ബന്ധപ്പെട്ടാണ് ആലോചിക്കുക ആർത്രൈറ്റിസ്. ഇത് ടൈം പഠിച്ചു വയ്ക്കുക. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് സന്ധികളിലെ കാർട്ടിലേജ് നശിക്കലാണ്. ചുരുങ്ങുന്നു, രണാസ്ഥികൾ ചുരുങ്ങുന്നു, അസ്ഥികൾ പൊട്ടുന്നു. ഇപ്പം ചുരുങ്ങുന്നു അല്ല പൊട്ടുന്നു അല്ല, ആർത്രൈറ്റീസ് എന്ന് കേൾക്കുമ്പോഴേ അറിയാം ഒരു രോഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം സന്ധികളിലെ കാർട്ടിലേജ് നശിക്കലാണ് ഓസ്റ്റിയോ ആർത്രൈറ്റീസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒനോത്തറ ലാമാർക്കിയാന എന്ന സസ്യം താഴെ പറയുന്നതിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും? അപ്പം അത് മ്യൂട്ടേഷൻ സിദ്ധാന്തമാണ്. ഒനോത്തറ ലാമാർക്കിയാന എന്ന സസ്യം താഴെ പറയുന്നതിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മ്യൂട്ടേഷൻ സിദ്ധാന്തമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്.
എന്താ CA അപ്ഡേഷൻ ചെയ്താലേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യന് എത്തത്തുള്ളൂ. അടുത്ത നീതി ആയോഗിൻ്റെ ആസ്ഥാനം ഡൽഹിയാണെന്നറിയാം. കൊൽക്കത്ത അല്ല, മുംബൈ അല്ല, പൂനെ അല്ല, പിന്നെ ഡൽഹിയാണ്. അപ്പോൾ അമൃതകാലം, അടുത്ത ക്വസ്റ്റ്യൻ അമൃതകാലം ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അമൃതകാലം എന്ന് പറയുന്നത് 23-24 കേന്ദ്ര ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നൊരു വസ്തുവാണ്. ഓക്കെ, അമൃതകാലം എന്ന് പറയുന്നത് 23-24 ബഡ്ജറ്റ്. അപ്പം 22-23 എന്നൊക്കെ തരും. ഓപ്ഷൻ 23-24 കേന്ദ്ര ബഡ്ജറ്റിൽ പറയുന്നതാണ് അമൃതകാലം. ഇതെന്ന് പറയുന്നത് 75-ാം വാർഷികവും 100-ാം വാർഷികവും ഇതിനിടയ്ക്കുള്ളൊരു വർഷക്കാലയളവിൽ ഉള്ള ഒരു കേന്ദ്ര ബഡ്ജറ്റിൻ്റെ ഒരു പ്രോഗ്രാമാണ് അമൃതകാലം. അപ്പം 75-ാം വാർഷികവും 100-ാം വാർഷികവും 75-ാം വാർഷികവും 100-ാം വാർഷികവും അതുവരെയുള്ള ഒരു പ്രോഗ്രാമാണ്, കേന്ദ്ര ബഡ്ജറ്റിൻ്റെ പ്രോഗ്രാമാണ് എന്ത് അമൃതകാലം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത കാലത്ത് വാർത്തകളിൽ ഇടം പിടിച്ച ടെസ്ല താഴെ പറയുന്നതിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അടുത്ത കാലത്ത് ഇടം പിടിച്ച ടെസ്ല ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അത് വൈദ്യുത കാർ നിർമ്മാണമാണ്. ടെസ്ല എന്ന് കേൾക്കുമ്പം വൈദ്യുത കാർ കിട്ടുമല്ലോ, വൈദ്യുത കാർ നിർമ്മാണമാണ് ടെസ്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഈ വസ്തുക്കളിൽ ശരിയല്ലാത്തവ ഏതെന്ന്? ഞാനാണെങ്കിൽ ക്വസ്റ്റ്യനിൽ ശരിയായത് ശരിയല്ലാത്തത് എന്നുള്ള അണ്ടർലൈൻ ചെയ്ത് വയ്ക്കാറുണ്ട്. ശരിയല്ലാത്തതാണ് ചോദിച്ചത്. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 2ഉം 3ഉമാണ്. ശരിയല്ലാത്തത് 2ഉം 3ഉമാണ്. ശരിയായിട്ടുള്ളത് 1928 മോത്തിലാൽ നെഹ്റുവും മറ്റ് 8 കോൺഗ്രസ് നേതാക്കളും ഇന്ത്യക്കായിട്ട് ഒരു ഭരണഘടനാ രൂപം നൽകി. അപ്പം 1928 നെഹ്റു കമ്മിറ്റി എന്ന് കേൾക്കുമ്പം എന്തോർമ്മ വരും? സ്വരാജ് ഓർമ്മ വരും. പക്ഷേ ഇതിൽ ഒരു വെറൈറ്റി ഒരു ഭരണഘടനയ്ക്ക് രൂപം നൽകി അല്ലേ, ഒരു കരട് ആ സമയത്ത് കോൺഗ്രസ് സമ്മേളനത്തിൽ 1928 മോത്തിലാൽ നെഹ്റുവും മറ്റ് 8 കോൺഗ്രസ് നേതാക്കളും ഇന്ത്യക്കായിട്ട് ഒരു ഭരണഘടന രൂപം നൽകി. അത് ഓർമ്മ വെച്ചേക്കണം. 4-മത്തേന്ന് പറയുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ മീറ്റിംഗ് 1946 ഡിസംബറിൽ നടന്നു. അപ്പം ഡിസംബർ 9 മീറ്റിംഗ് എന്നറിയാം, ഡിസംബർ 6 രൂപീകരിച്ചതെന്നറിയാം, ഡിസംബർ 11 രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തതെന്നറിയാം, 13 ലക്ഷ്യപ്രമേയം. അപ്പോൾ അത്രയും ഡേറ്റ് ഓർമ്മ വേണം. ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് കേൾക്കുമ്പോൾ 6, 9, 11, 13 ഇത്രയും ഓർമ്മ വരണം. ഈ വീഡിയോ നിങ്ങൾ ഒരു വട്ടം കൂടി റിവൈസ് ചെയ്ത് തറവാക്കി പഠിക്കണം. 1928 മോത്തിലാൽ നെഹ്റുവും മറ്റ് 8 കോൺഗ്രസ് നേതാക്കളും ഇന്ത്യക്ക് ഒരു ഭരണഘടനാ രൂപം നൽകി. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ മീറ്റിംഗ് 1946 ഡിസംബർ 9 നടന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 10-ാമത്തെ ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കും. ഇന്ത്യയിൽ പരോക്ഷമായി തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കും, അതായിരിക്കും നമ്മുടെ രാഷ്ട്രത്തലവൻ അല്ലേ. തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കും രാഷ്ട്രത്തലവൻ എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്, റിപ്പബ്ലിക് എന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കും ഭരിക്കുന്നതല്ല, എക്സിക്യൂട്ടീവ് ആണ് ഇവിടെ അല്ലേ. എക്സിക്യൂട്ടീവ് തലവനായിരിക്കും നമ്മുടെ പ്രസിഡൻറ്റ്. ഭരണകാര്യങ്ങളാകുമ്പോൾ പ്രധാനമന്ത്രി ആയിരിക്കും എക്സിക്യൂട്ടീവ് ഹെഡ്. ഇവിടെ രാഷ്ട്രത്തലവൻ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കും. അതാണ് ആമുഖത്തെ റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആമുഖത്തിൽ എന്തൊക്കെയുണ്ട്? പസമജറി, പരമാധികാര, സോഷ്യലിസ, മതേതരത്വ റിപ്പബ്ലിക്, ജനാധിപത്യ റിപ്പബ്ലിക്. അതാണ് പസമജറി. അപ്പം പരമാധികാരം അല്ലേ, പരമാധികാരം. സോഷ്യലിസം എന്ന് വെച്ചാൽ എല്ലാവർക്കും തുല്യത. പിന്നെ മതേതരത്വം എന്ന് പറയുമ്പം ഇന്ത്യയിൽ ഔദ്യോഗിക മതമില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തെ പ്രത്യേകമായിട്ട് ഇന്ത്യ പരിപോഷിക്കുന്നുമില്ല. അടുത്ത ജനാധിപത്യം, ജനങ്ങളാണ് നമ്മുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. ജനാധിപത്യ റിപ്പബ്ലിക്. പസമജറി റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കും രാഷ്ട്രത്തലവൻ എന്ന് പറയുന്നത്.
അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് എപ്പോൾ എവിടെ വെച്ചാണ് നടന്നത്? 1975 ഇംഗ്ലണ്ടിലാണ് ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടന്നത്. 1975 ഇംഗ്ലണ്ടിൽ വെച്ച്. ഫ്രാൻസ് അല്ലാന്നറിയാം. പിന്നെ വർഷത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇതിൽ നിന്ന് 75 1975 ഇംഗ്ലണ്ട്. താഴെ പറഞ്ഞ പ്രസ്താവനയിൽ ശരിയായത്. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വാങ്ങിച്ചത് ഈ എക്സാമാണ്. അപ്പം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ട് അത് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? മോഹിനിയാട്ടം കേരളത്തിൻ്റെ തനത് ലാസ്യ നൃത്ത കലാരൂപമാണ്. ലാസ്യം എന്ന വേർഡ് വെക്കുമ്പോൾ നമ്മൾ ആലോചിച്ചോണം, മോഹിനിയാട്ടമായിട്ട് ബന്ധപ്പെട്ടതാണ്. മോഹിനിയാട്ടം കേരളത്തിലെ തനത് ലാസ്യ കലാരൂപമാണ്. ഭാരതി ശിവജി മോഹിനിയാട്ടമായിട്ട് ബന്ധപ്പെട്ട കലാകാരിയാണ്. അടുത്തത്, കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കേരളത്തിലെ പ്രശസ്തയായ മോഹിനിയാട്ട നർത്തകിയാണ്. അപ്പം ഇതെല്ലാം ശരിയാണ്. മോഹിനിയാട്ടത്തിൻ്റെ വളർച്ചയ്ക്ക് സംഭാവനകൾ നൽകിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. അപ്പം 4 ശരിയാണെന്ന് നമുക്കറിയാം, 1 ശരിയാണെന്നറിയാം. അപ്പം ഓപ്ഷനിൽ വെച്ച് 4 ശരിയായ പ്രസ്താവന ചോദിച്ചു. അപ്പോൾ 1ഉം 4ഉം ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഓപ്ഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാന്നുള്ളത്. എല്ലാം ശരി. അപ്പം കല്യാണിക്കുട്ടിയമ്മ കേട്ടിട്ടുണ്ടായിരിക്കും. ഭാരതി ശിവജി കേട്ടിട്ടില്ലെങ്കിൽ ഓപ്ഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. 4 ശരിയാണെന്നുണ്ട്. അപ്പം 1ഉം 2ഉം 3ഉം അല്ല. അപ്പം എല്ലാം ശരിയാന്നുള്ള രീതിയിൽ ചില ക്വസ്റ്റ്യനൊക്കെ അങ്ങനെ എല്ലാം ഇപ്പോൾ അറിഞ്ഞിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിരിക്കില്ല. ചിലതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ഓപ്ഷനൊക്കെ നോക്കിയിട്ട് ശരിയാക്കാവുന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ, താഴെ പറയുന്നതിൽ ഏതാണ് ആദ്യം സംഭവിച്ചത്? കുറിച്യർ കലാപം ഉണ്ട്, വൈക്കം സത്യാഗ്രഹമുണ്ട്, പഴശ്ശി കലാപമുണ്ട്, ക്ഷേത്രപ്രവേശന വിളംബരമുണ്ട്. ഇപ്പോൾ കുറിച്യർ കലാപം 1812 മാർച്ച് 8-നാന്ന് തോന്നുന്നു. കുറിച്യർ കലാപം 1812. വൈക്കം സത്യാഗ്രഹം 1924. പിന്നെ പഴശ്ശി കലാപം 793 മുതൽ 97. രണ്ടാം പഴശ്ശി കലാപമാണെങ്കിൽ 800 മുതൽ 805 അല്ലേ, 800 മുതൽ 805. ക്ഷേത്രപ്രവേശന വിളംബരമാണെങ്കിൽ 1936 ക്ഷേത്രപ്രവേശന വിളംബരം. കുറിച്യർ കലാപം 1812 മാർച്ച് 8. ഡിവോഴ്സിറ്റാണെങ്കിൽ മാർച്ച് 8ആണ്. വൈക്കം സത്യാഗ്രഹം ആണെങ്കിൽ 1924 നവംബർ 12 അല്ലേ. വൈക്കം സത്യാഗ്രഹം 1924. പഴശ്ശി കലാപം 793-97. രണ്ടാമത്തെ ആകുമ്പം 800 മുതൽ 805. ക്ഷേത്രപ്രവേശന വിളംബരം വരുമ്പോൾ 1936. അപ്പോൾ ഇതിൽ ഏതാണ് ആദ്യം സംഭവിച്ചത് അത്രേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ക്രോണോളജിക്കൽ ഓർഡറിലൊന്നും കണ്ടുപിടിക്കാൻ പറഞ്ഞില്ല. ഏതാണ് ആദ്യം സംഭവിച്ചതെന്ന്. വൈക്കം സത്യാഗ്രഹമല്ല, ക്ഷേത്രപ്രവേശന വിളംബരം 900 നടന്നത്. പിന്നെ 2 ഉള്ളത് ചെക്ക് ചെയ്താൽ മതി, 812-ഉം 793. പെട്ടെന്ന് കണ്ടുപിടിക്കാം. നമുക്ക് ടൈമില്ലാതെ തന്നെ, നമ്മൾ ടൈം അധികം ഉപയോഗിക്കാതെ ചില ക്വസ്റ്റ്യനൊക്കെ കണ്ടുപിടിക്കാം. എല്ലാം ഇപ്പം ക്ലാരിഫൈ ചെയ്തു പോകില്ല അല്ലേ. കുറിച്യർ കലാപവും പഴശ്ശി കലാപവും ഉണ്ട്. അപ്പോൾ 1700 നടന്നത് നോക്കുക, ടിക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ചിന്തിക്കണം. ചില ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടേ കിട്ടത്തുള്ളൂ. ചില ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത്. അപ്പോൾ നമ്മളങ്ങനത്തെ ടൈം അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പോവുക. താഴെ പറയുന്നവയിൽ ശരിയായത് കണ്ടെത്തുക. 2025 ONV പുരസ്കാരം N. പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചു. 2025 ONV പുരസ്കാരം കവി N. പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചു. 2025 ഞാൻ ഉത്തരം വേണമെങ്കിൽ പറയാം. ഇതെല്ലാം കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് തെറ്റ് പഠിക്കേണ്ടി വരും. അതെനിക്ക് അതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഞാൻ എഴുതിയിട്ടില്ല. കൂടുതൽ നെഗറ്റീവ് വാങ്ങിക്കാതിരിക്കാൻ നോക്കിയിട്ടുണ്ട്. താഴെ പറയുന്നതിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായത് 1ഉം 2ഉം മാത്രം. ശരിയായത് 1ഉം 2ഉം ആണ്. അപ്പം ഫസ്റ്റ് 2025 ONV പുരസ്കാരം കവി N. പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചു. N. പ്രഭാവർമ്മ ആലോചിക്കണം. N. പ്രഭാവർമ്മ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചിലപ്പം എന്നൊക്കെ മാറ്റിത്തരും. എന്ന് മാറ്റി എല്ലൊക്കെ ആക്കും. അപ്പം N. പ്രഭാവർമ്മ ആലോചിക്കും. രണ്ടാമത്തത് 2025 ഇൻ്റർനാഷണൽ ബുക്ക് പ്രൈസ്
കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖ് അല്ലേ, ബാനു മുഷ്താഖ് അതറിയാം. മാതൃഭൂമി ലിറ്റററി അവാർഡ് മീര അല്ലല്ലോ, സാറാ ജോസഫിനല്ലേ 24. വയലാർ 2024 ശ്രീകുമാരൻ തമ്പി അല്ല, 23 ശ്രീകുമാരൻ തമ്പി. അങ്ങനെ അത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അത് ഞാൻ എഴുതിയോ എന്നുള്ളതാണ് ഡൗട്ട്. എനിക്ക് അത്യാവശ്യം ഇതെല്ലാം അറിയാം. ഞാൻ ഫസ്റ്റ് കൺഫ്യൂഷൻ വന്നപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അടുത്ത കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം ആദ്യമായി നേടിയ പഞ്ചായത്ത് അതെനിക്കറിയില്ല. വയനാട് ജില്ലയിലെ മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത്. എങ്ങനെയോ കിട്ടിയതാണ് ആ സമയത്ത്. പക്ഷെ എനിക്ക് മീനങ്ങാടി എവിടെയോ കേട്ടിട്ടുണ്ട്. അങ്ങനെ വയനാട് ജില്ലയിലെ മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത്. കാർബൺ ന്യൂട്രൽ ആയിട്ട് ബന്ധപ്പെട്ട് എവിടെയോ മീനങ്ങാടി കേട്ടിട്ടുണ്ട്. അങ്ങനെ ദേശീയ പുരസ്കാരം ആദ്യമായി നേടിയ പഞ്ചായത്താണ് മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത്, വയനാട് ജില്ല. ഓക്കെ. 2024 സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് സമാധാനം പഠിച്ചിട്ടുള്ള നിഹോൺ ഹിഡാൻഹ്യോ എന്ന സംഘടനയാണ്. ജപ്പാനിലെ നാഗസാക്കി അറിയാലോ. 2024 സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് നേടിയത് നിഹോൺ ഹിഡാൻഹ്യോ എന്ന ജപ്പാൻ സംഘടനയാണ് കേട്ടോ. ജപ്പാൻ സംഘടന അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന വിഷയമല്ലേ. 1 ലിറ്റർ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണം. ഇത് അത്യാവശ്യം എനിക്ക് എത്ര വട്ടം പഠിച്ചാലും ഞാൻ തെറ്റിക്കും. ഇതിപ്പോൾ ഞാൻ കോഡ് ഇട്ടേക്കുക. 1 ലിറ്റർ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണം മൊളാരിറ്റി. അപ്പം ലിറ്റി എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ മൊളാലിറ്റി ഉണ്ട്, മൊളാരിറ്റി ഉണ്ട്. അപ്പം 1 ലിറ്റർ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിൻ്റെ അളവാണ്, ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണം. അപ്പം നമ്മൾ ഫസ്റ്റ് വേണമെങ്കിൽ നമ്മൾ പ്രാസത്തിന് വേണമെങ്കിൽ ലീനം ലിറ്റി എന്ന് വേണമെങ്കിൽ ആലോചിക്കും. പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റ് ആൻസർ ആണെന്നുള്ള രീതിയിൽ മനസ്സിലാക്കി വയ്ക്കുക. മൊളാലിറ്റിയാണ് ലീനം. അതിൻ്റെ പ്രാസമല്ല, ലിറ്റിയല്ല, ലിറ്റിയാണ്, മൊളാലിറ്റിയാണ് ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണം എന്നുള്ളത് ഇന്ന് തന്നെ ഇത് അങ്ങ് ഉറപ്പിച്ച് വയ്ക്കുക. പിന്നീട് ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യം വരില്ല. അപ്പം ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണമാണ് മൊളാലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടുന്നു. ഇത് ഏത് വാതക നിയമമാണ്? അറിയാലോ, ബോയിൽ നിയമം. ഇത് ഞാൻ ചെറിയ കോഡ് ഇട്ടിട്ടുണ്ട്. ചാൾസ് നിയമം എന്ന് പറയുമ്പം ചളുങ്ങിയ ബലൂൺ എന്ന് സൂചിപ്പിക്കുക. അപ്പം ചാൾസ് ചളുങ്ങിയ ബലൂൺ എന്ന് ആലോചിക്കുക. അപ്പം ചളുങ്ങിയ ബലൂണ് ഊതികർപ്പിച്ചൊരു ബലൂണ് വെയിലത്ത് കൊണ്ടുവച്ചാൽ എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ അത് പൊട്ടിപ്പോവും. അപ്പം ചളുങ്ങിയ ടെമ്പറേച്ചറും വ്യാപ്തമായിട്ട് അത് കണക്ട് ചെയ്യാൻ പറ്റും. ചാൾസ് നിയമം. ബോയിൽ നിയമം അതിന് ഓപ്പോസിറ്റ്. നമ്മൾ ആകപ്പാട് 3 പഠിക്കാനുള്ളൂ. ചാൾസ്, അവഗാഡ്രോയും ബോയിലും. അപ്പം ടെമ്പറേച്ചറും വ്യാപ്തവും കിട്ടി. അപ്പോൾ ബോയിൽ എന്തായിരിക്കും? പ്രഷറും വ്യാപ്തവും ആയിരിക്കും. പ്രഷർ കൂടുന്നതനുസരിച്ച് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ, ബോയിൽ നിയമം. അവഗാഡ്രോ ആകുമ്പോൾ എണ്ണ. ഇത്രയും നോക്കിയാൽ മതി. ഗേ ലൂസാക്ക് നിയമം നോക്കണേ. പാലിനാണോ തൈരിനാണോ pH കൂടുതലെന്ന്? പാലിനാണോ തൈരിനാണോ pH കൂടുതൽ? അപ്പോൾ പുളിപ്പ് കൂടുതലുണ്ടെങ്കിൽ pH എന്ത് ചെയ്യും? കുറയും. പുളിപ്പ് കൂടുതലുണ്ടെങ്കിൽ അസിഡിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ പാലിന് pH മൂല്യം കൂടുതലുള്ളത്. ഏതിനാണ് pH മൂല്യം കൂടുതൽ? pH മൂല്യം കൂടുതലെന്ന് വെച്ചാൽ ആൽക്കലൈനിറ്റി കൂടുതൽ. അപ്പം പാലിനാണ് എന്ത്? pH മൂല്യം കൂടുതലുള്ളത്. ഇനി ഗ്രാഫീൻ എന്ന് വെച്ചാൽ എന്താണ്? ഗ്രാഫീൻ എന്ന് വെച്ചാൽ കേട്ടോളൂ, കാർബണിൻ്റെ അലോട്രോപ്പ്, അമിനോ ആസിഡ് അല്ല, പ്ലാസ്റ്റിക് അല്ല, ലോഹമല്ല. അവിടെ ഇരിക്കുമ്പോൾ നമുക്കൊരു ഗ്രാഫീൻ കേട്ടിട്ടുള്ളതാണെന്നൊക്കെ തോന്നും. പ്ലാസ്റ്റിക് ആണോ? ഇതുവരെ കേട്ടിട്ടില്ലാത്തവർക്ക് ആണെങ്കിൽ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. അമിനോ ആസിഡ് അല്ല, പ്ലാസ്റ്റിക് അല്ല, ലോഹമല്ല. ഇപ്പോൾ കാർബണിൻ്റെ ഒരു അലോട്രോപ്പാണ് ഗ്രാഫീൻ എന്നുള്ളത്. നമ്മുടെ പെൻസിലിൻ്റെ ഒക്കെ